മതേതരത്വവും മാനവികതയും ഒരുമിച്ച് കൂട്ടുകെട്ടി അതുപോലെ തന്നെ കാർഷികത്തിൻ്റെയും മനോഹരമായിട്ടുള്ള കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും വ്യാപാരത്തിൻ്റെ മഹാത്മ്യം വിളിച്ചു പറയുന്ന വയൽ വാണിഭം ഇന്ന് തലശ്ശേര വൈദ്യശാലയുടെ മണ്ണിൽ പൊടിപൊടിക്കുകയാണ്. അത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി അറിവുകൾ നൽകുന്ന വയൽ വാണിഭ വിശേഷങ്ങളിലേക്ക് വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു കച്ചവടം ഇവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണോ? അപ്പോൾ ഇതുവരെ നടന്ന വർഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വർഷം എങ്ങനെയുണ്ട് നമ്മളുടെ ഈ വ്യാപാരം? വർഷം തുടക്കമല്ലേ, ഇന്നലെ തുടങ്ങിയത്, ഉദ്ഘാടനമായത്. അപ്പോൾ ഇന്ന് ആളിതുവരെ ഇറങ്ങി തുടങ്ങിയില്ല. ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ച് തുടങ്ങിയെങ്കിൽ മറ്റമ്മ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ മുൻ വർഷത്തെ ഈ വർഷമായിട്ടുള്ള ഈ ബിസിനസ്സിൻ്റെ മാറ്റത്തെ പറ്റി. അപ്പോൾ അങ്ങനെയാണ്, ഇങ്ങനെ പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക കച്ചവടക്കാരെല്ലാം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വയൽ വാണിഭത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും ഫെസ്റ്റുകളും ഇല്ലേ, പിന്നെ ഈ ഓൺലൈൻ സംവിധാനം അതൊരു വലിയ വിഷയമാണ്. ഓൺലൈനിൽ കൂടെ ഒക്കെ ആൾക്കാരിങ്ങനെ ഇത് തന്നെ സാധനങ്ങൾ ഇത് തന്നെ, അപ്പോൾ അവരിങ്ങനെ വീടുകളിൽ കൊണ്ടുപോയി കൂടെ അതിൻ്റെതായിട്ടൊക്കെ കച്ചവടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇതിനെക്കാട്ടും നല്ല കച്ചവടങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. എന്തുവാണെന്ന് എല്ലാം പറഞ്ഞ് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നിൽക്കുക. ഇനി ആളൊക്കെ ഇറങ്ങി തുടങ്ങട്ടെ, അതേ അഭിപ്രായം പറയാൻ പറ്റും. വയൽവാണി വ്യാപാരത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? വ്യാപാരം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കായി കൂടുതൽ ആളുകളുണ്ട്, കച്ചവടക്കാരുണ്ട്, എല്ലാം നല്ല രീതിയിലാണ്. അതാ പറയാനുള്ളത്. വർഷങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കച്ചവടം നടത്തുന്നുണ്ടോ? ഞാൻ വർഷങ്ങൾ കൊണ്ട് ഇവിടെ നിൽക്കുക, നല്ല വ്യാപാരം. വയൽവാണിഭ വ്യാപാരത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വയൽവാണിഭ വ്യാപാരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ തലമുറയെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. ഈ പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ കുറേ അറിവില്ല. അങ്ങനെ ഈ കാർഷിക സാധനങ്ങളായാലും ഇങ്ങനെയുള്ള ഉപകരണങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഒരു കാലഘട്ടം കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ ഓർമ്മിപ്പിക്കലാണ്. അതിലുപരി നമ്മുടെ വ്യാപാരവും അതൊക്കെ തന്നെ നമ്മുടെ ഉപജീവന മാർഗമാണ്. ഇങ്ങനെ വയൽവാണിഭ വ്യാപാരത്തെക്കുറിച്ചും കച്ചവട വിശേഷങ്ങളെക്കുറിച്ചും നമ്മളുടെ ഈ പുതുതലമുറയിലെ അല്ലെങ്കിൽ ഈ പുതുതലമുറയിലെ മക്കൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? പറഞ്ഞു കൊടുക്കാനുള്ളത് ഇത് ഈ പാത്രം വാങ്ങിച്ച് മൺപാത്രം പിടിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിപ്പോൾ ബുദ്ധിമുട്ട് ആലോചിച്ച് സഹിച്ച് നമ്മളിത് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുക. ഇത് ഉപയോഗിച്ചാൽ നമുക്കത് പ്രയോജനമുള്ളതെന്ന് അവർ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ 10-20 വർഷം 33ാമത്തെ വർഷം കണ്ടപ്പോൾ വരുമാനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ വർഷം തുടങ്ങി. പക്ഷേ ഈ വർഷം അത്ര നല്ലതായിട്ടൊന്നും നടക്കുന്നില്ല വ്യാപാരങ്ങളൊന്നും. പിന്നെ ചെറുതായിട്ട് നടക്കുന്നു, ഇങ്ങനെ പോകുന്നു മക്കളെ. ഇങ്ങനെ വിശേഷം വാലിഭവനം വിശ്വസിക്കുന്നത് നടക്കും, കച്ചവടം നടക്കും, പോകുമെന്ന് വിചാരിക്കും. ഇപ്പോഴുള്ള പുതുതലമുറയ്ക്ക് വയൽവാണിഭം എന്താണെന്ന് പോലും അറിയില്ല, വ്യാപാരത്തെക്കുറിച്ച് പോലും അറിയാത്തൊരു വേളയിൽ ഈ വയൽവാണിഭത്തെക്കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ, ഇപ്പോൾ ആളുകൾ പറയുന്ന വില കൂടുക മറ്റേ മറിച്ചാനേ പറയും. പക്ഷേ നമുക്ക് വർണ്ണത്തിനകത്ത് 5 രൂപ കിട്ടിയാൽ മതി, വലിയ ലാഭം നോക്കത്തില്ല. അങ്ങനെയുള്ള കച്ചവടം.
പേര് അശ്വിൻ ബി സുരേന്ദ്രൻ. ഞാൻ വെട്ടിക്കോല റോളർ സ്കേറ്റിംഗ് അക്കാഡമിയിലെ കോച്ചാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 6-7 മാസമായിട്ട് നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ആയിട്ട് റോഡ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അന്നേരം ഇവരിപ്പോൾ സ്പീഡ് സ്കേറ്റേഴ്സാണ്. സ്പീഡ് സ്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രാക്ടീസ് സെക്ഷൻ പോലെ നമ്മളിപ്പോൾ വെച്ചേക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ 4 വയസ്സ് മുതൽ മേലോട്ട് സ്റ്റുഡൻസിന് കോച്ചിങ് ചെയ്യുന്നുണ്ട്. അക്കാഡമിയുടെ പേര് വെട്ടിക്കോല റോളർ സ്കേറ്റിംഗ് അക്കാഡമി. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 10-20 സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഒരു സ്കൂൾ മീറ്റ് നടത്തി. സ്കൂൾ മീറ്റിന് പ്രൈസ് അടിച്ച സ്റ്റുഡൻസാണ് ഇവരെല്ലാവരും. ഫസ്റ്റ് പ്രൈസാണ്. പേരെന്ന് പറ. ആദിഷ്. സെക്കൻഡ് പ്രൈസ് ആർദ്ര. അതുപോലെ തന്നെ തേർഡ് റയാൻ. ഏതു നമ്മളിത്രയും സ്റ്റുഡൻസാണ് ഇപ്പോൾ സ്പീഡ് സ്കേറ്റേഴ്സായിട്ട് നിൽക്കുന്നത്. ഇനി ആൾക്കാരുണ്ട്, കുട്ടികൾ 4 വയസ്സ് മുതൽ കൊച്ചു പിള്ളേർ എല്ലാം ഉണ്ട്. എല്ലാവരും ഇതുപോലെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ 4 വയസ്സ് മുതൽ മേലോട്ടൊരു 10-18 വയസ്സ് വരെ നമ്മളിപ്പോൾ കോച്ചിങ്ങിൽ പിള്ളേരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ റയാൻ്റെ ഉമ്മയാണ്. ഞങ്ങൾ വരുന്നത് പുനലൂരിൽ നിന്നാണ് വരുന്നത്. അന്നേരം ഞങ്ങളൊരു 5 മാസം കൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അന്നേരം വന്നതിൽ പിന്നെ മോൻ നല്ല മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ അവരിപ്പം സിദ്ധാർത്ഥ സ്കൂളിൽ വെച്ച് ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അശ്വിനായാലും നല്ല സപ്പോർട്ടാണ് നമുക്ക്. പിള്ളേർക്കൊക്കെ നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നതിനും ഒക്കെ. നല്ല അഭിപ്രായം തന്നെയാണ് നമുക്ക് റോളർ സ്കേറ്റിങ്ങിനെ കുറിച്ചിട്ട്. പിന്നെ ഇനി പിള്ളേർക്ക് വരാനും ഉള്ളൊരു പ്രചോദനമാണ് അശ്വിൻ. വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് കേരളം. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ആരെയും കണ്ണിന് പോലും അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ ഒട്ടേറെയുണ്ട്. അത് വ്യാപാരമാകട്ടെ, കച്ചവടമാകട്ടെ, മതേതരത്തെ വിളിച്ചു പറയുന്ന എന്തുമായിക്കൊള്ളട്ടെ, ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളിലേക്ക് ഇനിയും നമ്മളുടെ കണ്ണുകൾ എത്തിപ്പെടുന്നതുവരെ കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം മുസമില.